സോ ഹായ് എവരി വൺ. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡയറക്ഷൻ്റെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ടോപ്പിക് എന്ന പോലത്തെ ഒരു കൺസെപ്റ്റാണ്. പൈപ്പിംഗ് എന്നാണ് അതിനെ വിളിക്കുന്നത്. സോ നമ്മൾ റീഡയറക്ഷനകത്ത് നോക്കിയത് എന്തായിരുന്നു, ഒരു കമാൻഡിൻ്റെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനെ എടുത്തിട്ട് നമ്മൾ ഒരു ഫയലിലോട്ട് റീഡയറക്റ്റ് ചെയ്ത് വിടുന്നതൊക്കെയായിരുന്നു. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് എററിനെ എടുത്തിട്ട് ഒരു ഫയലിലോട്ട് റീഡയറക്റ്റ് ചെയ്ത് വിടുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ നോക്കിയത്. സോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഒരു പർട്ടിക്കുലർ കമാൻഡിൻ്റെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനെ എടുത്ത് വേറൊരു കമാൻഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇൻപുട്ടായിട്ട് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഒട്ടും സമയം വൈകിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ വെൽക്കം എവരി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയിരുന്നത് റീഡയറക്ഷൻ വരെയായിരുന്നു അല്ലേ? സോ റീഡയറക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ എറർ കോഡ് വരുന്നത് 2 ആണ്, സ്റ്റാൻഡേർഡ് എറർ കോഡ്, അതുപോലെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്, അതിൻ്റെയൊക്കെ കോഡുകൾ നമ്മൾ നോക്കിയായിരുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. സോ അപ്പം പറയാഞ്ഞ ഒരു കാര്യമായിരുന്നു പൈപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അത് കൈൻഡ് ഓഫ് ഒരു റീഡയറക്ഷൻ പോലെ തന്നെയാണ്. പക്ഷേ പൈപ്പിങ്ങിലോട്ട് വരുമ്പോൾ നമ്മളത് കമാൻഡ്സുകളുടെ റീഡയറക്ഷൻ ആണ്. അതായത് ഒരു കമാൻഡിൽ നിന്ന് വേറൊരു കമാൻഡിലോട്ട് റീഡയറക്ട് ചെയ്ത് വിടുന്ന ഒരു സംഭവമാണ് നമ്മൾ ആക്ച്വലി പൈപ്പിങ്ങിൽ കൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അതിനു മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാൻ നമ്മൾ ജസ്റ്റ് ഒരു ഡേറ്റ് കമാൻഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ബേസിക്കലി ഇങ്ങനെയാണ് ഡേറ്റ് കമാൻഡ് വർക്ക് ചെയ്യുന്നത്. ഡേറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കറണ്ട് ഡേറ്റ് ഫുൾ ഫോർമാറ്റിൽ ഇങ്ങനെ ഇതുപോലെ പ്രിന്റ് ആയി വരും അല്ലേ? ഇതാണ് ബേസിക്കലി പറയുകയാണെങ്കിൽ ഡേറ്റ് കമാൻഡ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായാലും നോക്കി, ഇതുപോലൊരു ഡേറ്റ് കമാൻഡ് തരുന്ന ഔട്ട്പുട്ടിനെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനെ എനിക്ക് എടുത്തിട്ട് ഒരു ഫയലിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കിയായിരുന്നു. സോ ഞാനിപ്പം ഇവിടെയുള്ള ഡേറ്റ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡിനെ ഫയലിലോട്ട് മാറ്റണമെങ്കിൽ 1 വെച്ചിട്ട് എനിക്ക് ഇതുപോലെ റീഡയറക്ട് ചെയ്ത് ഇപ്പൊ ഞാൻ ഫുൾ ഡേറ്റ് ഡോട്ട് ടി എക്സ് ടി എന്ന് പറയുന്ന ഒരു ഫയലിലോട്ട് ഞാൻ ഇതിനെ മാറ്റുവാണെങ്കിൽ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഫുൾ ഡേറ്റ് ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞ് കൊടുക്കും. 1 എന്ന് സ്പെസിഫൈ ചെയ്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഔട്ട്പുട്ടിനെ നമുക്ക് ഒരു ഫയലിലോട്ട് മാറ്റാൻ എന്ന രീതിയിലാണ് 1 എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ കൊടുത്തേക്കുന്നത്. സോ ഞാനിപ്പം ഇതിനകത്ത് വന്നോന്ന് അറിയാൻ ജസ്റ്റ് ക്യാറ്റ് ചെയ്ത് നോക്കാം ഫുൾ ഡേറ്റ് ഡോട്ട് ടി എക്സ് ടി എന്ന് പറയുന്നത്. സോ ഇവിടെ ക്യാറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുൾ ഡേറ്റ് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. സോ ഇപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടായി കാണും, ഞാൻ എഫ് ഞെക്കിയിട്ട് എഫ് മാത്രമേ ക്ലിക്ക് ചെയ്തുള്ളൂ, അത് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയെല്ലാം ഫില്ലായി. എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടായി കാണും. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു സംശയം ഉണ്ടായി കാണും. സോ അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. സോ അതിനെ ഓട്ടോ ഫിൽ എന്ന് വിളിക്കും. ഓക്കെ, ലിനക്സിൽ നമുക്ക് വരുമ്പോൾ അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട്. അതായത് നിങ്ങൾ കറന്റ് വർക്ക് ചെയ്യുന്ന ഡയറക്ടറി, അതായത് PWD കറന്റ് വർക്ക് ചെയ്യുന്ന ആ ഒരു ഡയറക്ടറിയിൽ ഏതൊക്കെ ഫയൽസ് ഉണ്ട്, ആ ഫയൽസിൽ എഫ് വെച്ച് തുടങ്ങുന്ന ഏതൊക്കെ ഉണ്ട് എന്ന് ലിനക്സ് ചെക്ക് ചെയ്യും. എഫ് വെച്ച് തുടങ്ങുന്ന വേറൊന്നുമില്ല എങ്കിൽ എഫ് അടിച്ചിട്ട് ഞാൻ ടാബ് എന്ന് പറയുന്ന കീ ഞെക്കിക്കഴിഞ്ഞാൽ, അതായത് ക്യാപ്സ് ലോക്കിന് മുകളിലുള്ള ഒരു കീ ആണ് ടാബ് എന്ന് പറയുന്നത് കീ, ടാബ് സ്പേസ് എന്നൊക്കെ വിളിക്കുന്നത്. ആ ഒരു കീയിൽ ഞെക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഫിൽ ആവും. ഫോർ എക്സാമ്പിൾ ഞാൻ ക്യാറ്റ് എന്നടിച്ചു, ഓക്കെ, എന്നിട്ട് FL ഞെക്കി, എന്നിട്ട് ടാബ് എന്ന് പറയുന്ന ഒരു കീയിൽ ഞെക്കി കഴിഞ്ഞാൽ എനിക്ക് ആ ഫുൾ ഡേറ്റ് ഡോട്ട് ടി എക്സ് ടി എന്ന് പറയുന്ന ഒരു ഫുൾ പേര് അതുപോലെ തന്നെ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ എഫ് വെച്ച് തുടങ്ങുന്ന വേറൊന്നും ഈ ഒരു ഡയറക്ടറിയിൽ ഇല്ല. ഈ ഡയറക്ടറിയിലുള്ള കണ്ടന്റ്സിനെ എങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ക്ലിയർ ചെയ്യണം. എന്നിട്ട് LS അടിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്യും ഈ ഡയറക്ടറിയിലുള്ള കണ്ടന്റ്സ്. ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വേറെ വീഡിയോയിലായിരുന്നു പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ബട്ട് സ്റ്റിൽ ഇപ്പം ഇങ്ങനെ ഒരു കേസ് വന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയാണ്. ഇപ്പൊ ഇതിനകത്ത് ടുഡേ ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്, ഫുൾ ഡേറ്റ് ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്, അതുപോലെ ബാക്കി കുറെ ഡയറക്ടറീസ് ഉണ്ട്. ഇതൊന്നും തുടങ്ങുന്നത് എഫ് വെച്ചിട്ടല്ല, ഫുൾ ഡേറ്റ് ഡോട്ട് ടി എക്സ് ടി ഒഴിച്ച് അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അത് ഫിൽ ആയത്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ LS തന്നെ കൊടുക്കുകയാണ്, എന്നിട്ട് ഡി തുടങ്ങുന്ന ഒരു ഡയറക്ടറിയാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, എന്നിട്ട് ഞാൻ ടാബേ ഞെക്കി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ ഒന്നുകൂടെ ടാബേ ഞെക്കി കഴിഞ്ഞാൽ എനിക്ക് 3 ഡിഫറെന്റ് പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞ് ലിനക്സ് തന്നെ എനിക്ക് കാണിച്ചു തരും. ഒന്നെങ്കിൽ ഡെസ്ക്ടോപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡൗൺലോഡ്സ് യൂസ് ചെയ്യാം. അപ്പം എനിക്ക് DOA തുടങ്ങുന്നതാണ് വേണ്ടത്. അപ്പം ഞാൻ വീണ്ടും ടാബേ 2 തവണ ഞെക്കി കഴിഞ്ഞാൽ DOA തുടങ്ങുന്ന 2 പോസിബിലിറ്റി ഉണ്ട്, ഒന്നെങ്കിൽ ഡോക്യുമെന്റ്സ് ആവാം, ഡൗൺലോഡ്സ് ആവാം. DOCL ആണ് എനിക്ക് തുടങ്ങുന്നത് വേണ്ടത്. എന്നിട്ട് ഞാൻ ടാബ് ഞെക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫിൽ ആവും. ഞാനിപ്പം ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഡോക്യുമെന്റ്സിൽ ഒന്നുമില്ല, LS ഡോക്യുമെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നുമില്ല, അതുകൊണ്ടാണ് ഒന്നും ഡിസ്പ്ലേ ആവാത്തത്. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ അങ്ങനെയാണ് ടാബ് വെച്ചിട്ട് നമുക്ക് ഓട്ടോ ഫിൽ ചെയ്യാൻ പറ്റുന്നത്. സോ ഇതാണ് പറയാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. സോ ഇനി നമ്മൾ പുതിയൊരു കമാൻഡ് പഠിക്കുകയാണ്. റീഡയറക്ഷനിലോട്ട് ഡയറക്റ്റ് പോകുന്നതിന് മുന്നേ നമ്മൾ പുതിയൊരു കമാൻഡ് പഠിക്കുന്നത്, അതെന്ന് പറയുന്നത് കട്ടാണ്. സോ ഞാൻ കട്ട് എന്ന് പറയുന്ന ആ ഒരു കമാൻഡിന്റെ മാൻ പേജിൽ കയറാം. ഓക്കെ,
കട്ട് എന്ന് പറയുന്ന ആ ഒരു കമാൻഡിന്റെ മാൻ പേജിൽ കയറാം. ഓക്കെ, ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് കട്ട് യൂസ് ചെയ്യുന്നത്, എന്തിനാണ് കട്ട് യൂസ് ചെയ്യുന്നത്? റിമൂവ് സെക്ഷൻസ് ഫ്രം ഈച്ച് ലൈൻസ് ഓഫ് എ ഫയൽ. അതായത് ഫയൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലെ ഓരോ ലൈനും എടുത്തിട്ട് പർട്ടിക്കുലർ സെക്ഷൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കട്ട് കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ ഫയൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഫുൾ ഡേറ്റ് ഡോട്ട് ടി എക്സ് ടി എന്ന് പറയുന്ന ഒരു ഫയലാണ്. ആ ഒരു ഫയലിനെ ഞാൻ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ട് പർട്ടിക്കുലർ ആയിട്ടുള്ള ചില സ്വിച്ചുകൾ, ഈ കാണുന്ന സ്വിച്ചുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് എനിക്ക് വേണ്ട രീതിയിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് തരും. ഓക്കെ, അതിലേക്കുള്ള കണ്ടന്റ്സിനെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയലിൽ ജസ്റ്റ് നോക്കാൻ പോകുന്ന -d അല്ലെങ്കിൽ ഡീലിമിറ്റർ എന്ന് പറയുന്ന ഈ ഒരു സ്വിച്ച് നമ്മൾ നോക്കും. അതുപോലെ -f എന്ന് പറയുന്ന ഈ ഒരു സ്വിച്ച് നമ്മൾ നോക്കും. ഓക്കെ, -f ഫീൽഡ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്വിച്ച് നോക്കും. നമ്മൾ ലോങ് ഫോമിൽ തന്നെ നമുക്ക് കൊടുത്തു നോക്കാം. ഓക്കെ, ആദ്യം ലോങ് ഫോമിൽ കൊടുക്കാം, പിന്നെ ഷോർട്ട് ഫോമിൽ കൊടുക്കാം. സോ ലോങ് ഫോം എന്ന് വെച്ചാൽ ഈ ഡീലിമിറ്റർ എന്ന് നമ്മൾ ഫുൾ ആയിട്ട് എഴുതി കൊടുക്കും, രണ്ട് ഹൈഫൻ ഇട്ടിട്ട്. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ മാനുവൽ പേജിൽ ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഇവർ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഡീലിമിറ്റർ കഴിഞ്ഞ ഒരു ഈക്വൽ ടു ഇട്ടിട്ട് വേണമെങ്കിലും ഇൻപുട്ട് കൊടുക്കാം. ഓക്കെ, ആ ഒരു സ്വിച്ചിന്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എൻകാൽ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അങ്ങനെ വരുന്ന കമാൻഡുകൾ ചിലപ്പോൾ ഭാവി വന്നേക്കാവുന്നത്. ഇത് അങ്ങനത്തെ ഒരു കമാൻഡാണ്. ഓക്കെ, ഈക്വൽ ടു വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമാൻഡാണ്. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ക്വിറ്റ് ചെയ്യുകയാണ്. ക്യൂവിൽ ക്ലിക്ക് ചെയ്താൽ മാൻ പേജിൽ നിന്ന് വെളി വരും. ജസ്റ്റ് ക്ലിയർ ചെയ്തു. ആൻഡ് ഞാൻ കട്ട് യൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, കട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? ഒരു ഫയൽ ഇൻപുട്ട് വേണം. ഫയൽ ഇൻപുട്ട് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? 0 വെച്ചിട്ട് റീഡയറക്ട് ചെയ്ത് ആ ഒരു ഫയലിനെ, ഇപ്പൊ ഫുൾ ഡേറ്റ് ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞ ഒരു ഫയലാണ്. ഞാൻ ടാബ് ഞെക്കി അപ്പോഴാണ് ഫില്ലായത്. സോ ഫുൾ ഡേറ്റ് ഡോട്ട് ടി എക്സ് ടി എന്ന് പറയുന്ന ഈ ഒരു ഫയലിനെയാണ് കട്ട് കമാൻഡിന്റെ ഫയലായിട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് എന്തോ കണ്ടന്റ് ഉള്ളത്, അതിന് മുന്നേ നമുക്ക് ആ കണ്ടന്റ് എന്താണെന്ന് നോക്കാം അല്ലെ. ഞാൻ ജസ്റ്റ് ക്യാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കണ്ടന്റ് ഇതാണ് അല്ലെ. അപ്പം ഞാൻ വീണ്ടും കട്ട് കൊടുത്തു. 0 കൊടുക്കണം നിർബന്ധമില്ല, ഇങ്ങനെ കൊടുത്താൽ മതി. ഇങ്ങനെയും കൊടുക്കണം എന്ന് നിർബന്ധമില്ല. ജസ്റ്റ് ഫുൾ ഡേറ്റ് ഡോട്ട് ടി എക്സ് ടി എന്ന് കൊടുത്താലും ഇത് വർക്ക് ചെയ്യും. സോ ഞാനിപ്പോ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള ഒരു ഇതിനു വേണ്ടി ആ ഒരു സ്റ്റാൻഡേർഡ് ഇൻപുട്ടായിട്ട് ഈ ഒരു ഫയലാണ് പോകുന്നത് എന്ന് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് അങ്ങനെ ഒന്ന് കൊടുക്കാം. നമ്മൾ കാരണം പഠിച്ചത് നമ്മൾ അങ്ങനെയായിരുന്നു. സോ അങ്ങനെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഡീലിമിറ്റർ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യുന്നു പറഞ്ഞു. ഡീലിമിറ്റർ എന്ന് പറയുന്ന ഈ ഒരു പാരാമീറ്റർ യൂസ് ചെയ്യുന്നു പറഞ്ഞു. ഡീലിമിറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈനേ ഉള്ളൂ ഇതിനകത്ത് അല്ലെ. ഇനി വേറെ ലൈൻ വന്നു കഴിഞ്ഞായിരുന്നെങ്കിൽ അതുണ്ട് എന്ന് നമുക്ക് പറയാം. ഈ ഒരു ലൈനേ ഇപ്പോൾ ഉള്ളൂ ഈ ഒരു ഫയലിനകത്ത്. അതിനകത്ത് എനിക്ക് സ്പേസ് വെച്ചിട്ട് കട്ട് ചെയ്യണം ഓരോ വാക്കിനെ. ഓക്കെ, സ്പേസ് വെച്ചിട്ടാണ് എനിക്ക് കട്ട് ചെയ്യേണ്ടത്. സ്പേസ് എവിടെയൊക്കെ വരുന്നോ അവിടെ വെച്ചിട്ട് ഈ വാക്കുകളെല്ലാം കട്ട് ചെയ്ത് ഓരോരോ കോളം ആക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡീലിമിറ്ററിൽ സ്പേസ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, അപ്പം ഡീലിമിറ്റർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ കട്ട് എന്ന് പറഞ്ഞ കമാൻഡ് ചെയ്യുന്ന ഈ ഡീലിമിറ്റർ നോക്കും, സ്പേസ് ആണ് അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ സ്പേസ് വരുന്നതെല്ലാം ആ ഫയലിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഓരോരോ വാക്കിനെയും ഓരോരോ കോളമാക്കും. ഓക്കെ, എന്നിട്ട് ആ ഓരോ കോളത്തിനും ഓരോ നമ്പർ ഉണ്ട്. സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് കട്ടായി, ഇത് ഇവിടുന്ന് കട്ടായി. അപ്പൊ ഈ കട്ടായ സാധനത്തിനെല്ലാം ഓരോ നമ്പർ ഉണ്ട്. വെനസ്ഡേ എന്ന് പറയുന്നത് അപ്പൊ 1 ആയിരിക്കും, ജാൻ എന്ന് പറയുന്നത് 2 ആയിരിക്കും. അങ്ങനെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് വരും. ഞാനിപ്പോ ഇവിടെ വീണ്ടും 2 സ്ലാഷ് കൊടുത്തിട്ട് ഫീൽഡ്സ് എന്ന് പറഞ്ഞ് അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി കൊടുത്തു. എനിക്ക് ആദ്യത്തെ ആളെയാണ് വേണ്ടത്, അതായത് വെനസ്ഡേ, അതായത് കട്ട് ചെയ്തതിൽ ആദ്യത്തെ ഇരിക്കുന്ന കോളത്തിനെയാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ എന്ത് ചെയ്യും? ഫീൽഡ്സ് കഴിഞ്ഞിട്ട് 1 എന്ന് പറഞ്ഞ് ഞാൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. എനിക്ക് ജാനുവരി ആണ് വേണ്ടെങ്കിൽ 2 ഞാൻ കൊടുക്കും. ഇപ്പൊ 1 കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വെനസ്ഡേ എന്നുള്ള സാധനമാണ് പ്രിന്റ് ആയത്. മനസ്സിലായോ? അപ്പൊ എനിക്ക് ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രിന്റ് ആവേണ്ടത്? ജാൻ എന്ന് പറഞ്ഞായിരിക്കും എനിക്ക് പ്രിന്റ് ആവേണ്ടത്. യെസ്, ജാൻ എന്ന് പറഞ്ഞാണ് പ്രിന്റ് ആയത്. സോ ഇങ്ങനെയാണ് ബേസിക്കലി പറയുകയാണെങ്കിൽ കട്ട് കമാൻഡ് എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സിംപ്ലി നിങ്ങൾ കട്ട് കമാൻഡിനെ പറ്റി ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മാൻ പേജസിൽ പോയി ബാക്കി സ്വിച്ചുകളെ പറ്റിയൊക്കെ നോക്കാം. ഓക്കെ, ഞാനിപ്പോ ജസ്റ്റ് പൈപ്പിങ്ങിനെ പറ്റി പറയാൻ ഒരു ഇൻട്രൊഡക്ഷൻ വേണം അല്ലെ, അതിനുവേണ്ടിയാണ് ഞാൻ ഈ കമാൻഡ് നിങ്ങൾക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഇനി നമുക്ക് പൈപ്പ് കമാൻഡിലോട്ട് കടക്കാം. സോ ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? കട്ട് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് ഞാനിപ്പോ മുകളിലോട്ടുള്ള ആരോ ഞെക്കിയപ്പോഴാണ് ലാസ്റ്റ് റൺ ചെയ്ത കമാൻഡ് എനിക്ക് കിട്ടിയത്. സോ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞായിരുന്നു, ബട്ട് സ്റ്റിൽ ഒന്നുകൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഈ കട്ട് കമാൻഡ് നമ്മൾ ചെയ്തത് എന്തായിരുന്നു? ഫുൾ ഡേറ്റ് ഡോട്ട് ടി എക്സ് ടി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ റീഡയറക്ട് ചെയ്ത് ഇൻപുട്ടായിട്ട് എടുത്തു അല്ലേ. ഈ ഫുൾ ഡേറ്റ് ഡോട്ട് ടി എക്സ് ടി എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് അല്ലെ, ഈ ഒരു ഫയൽ നെയിം ഞാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും. എനിക്ക് ഡേറ്റ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് റിട്ടേൺ ചെയ്യുന്ന സാധനത്തിനെ കട്ടിന്റെ ഇൻപുട്ടായിട്ട് കൊടുക്കണം. ഓക്കെ, ഫയലിനെ അല്ല എനിക്ക് കൊടുക്കേണ്ടത്. അപ്പം ഇൻപുട്ടായിട്ട് വരുന്ന ആ ഒരു ലൈൻ ആയിരിക്കും, ഡേറ്റ് എന്ന് പറയുന്ന ആ ഒരു കമാൻഡ് റിട്ടേൺ ചെയ്യുന്ന ആ ഒരു ലൈൻ ആയിരിക്കും എനിക്ക് ഇതിന്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. അങ്ങനെ
കൊടുക്കണമെങ്കിലാണ് ഞാൻ പൈപ്പ് എന്ന് പറയുന്ന ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് പൈപ്പ് സിമ്പിൾ. ഓക്കെ, ഈ കാണുന്നതാണ് പൈപ്പ് സിമ്പിൾ. ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക് സ്ലാഷ് ഉണ്ട് നിങ്ങളുടെ കീബോർഡിൽ, എന്ററിന്റെ തൊട്ടപ്പുറത്ത് കാണും, എന്റർ കീയുടെ തൊട്ടപ്പുറത്ത് കാണും. ഷിഫ്റ്റ് ഞെക്കിയ ബാക്ക് സ്ലാഷ് ഞെക്കിയാൽ നിങ്ങൾക്ക് ഈ പൈപ്പ് സിമ്പിൾ ഇടാൻ പറ്റും. ഓക്കെ, ഷിഫ്റ്റിൽ ഞെക്കി പിടിച്ചുകൊണ്ട് ആ ബാക്ക് സ്ലാഷ് ഞെക്കിയാൽ മതി, നിങ്ങൾക്ക് പൈപ്പ് സിമ്പിൾ ഇടാൻ പറ്റും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മിക്ക കീബോർഡുകളിലും അങ്ങനെയാണ് വരുന്നത്. നിങ്ങളുടെ ക്വാർട്ടി കീബോർഡ് ആയിരിക്കും അതിൽ അങ്ങനെയാണ് വരുന്നത്. സോ അതാണ് പൈപ്പ് സിമ്പിൾ. സോ ഇത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഡേറ്റ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡിലെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനെ എടുത്തിട്ട് കട്ട് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡിന്റെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. ഓക്കെ, ഒരു കമാൻഡിന്റെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനെ എടുത്ത് വേറൊരു കമാൻഡിന്റെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ പൈപ്പ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ പൈപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനെ എടുത്തിട്ട് വേറൊരു കമാൻഡിന്റെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ജാൻ എന്ന് പറഞ്ഞാൽ പ്രിന്റ് ആവും, കാരണം ഞാൻ ഫീൽഡ് 2 ആണ് കൊടുത്തേക്കുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ ഫീൽഡ് 1 ആണ് കൊടുക്കുന്നതെങ്കിലോ എനിക്ക് അതായിരിക്കും പ്രിന്റ് ആവുന്നത്. കാരണം ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് റിട്ടേൺ ചെയ്യുന്നത് ഈ ഒരു സാധനമാണ്, അതിന്റെ ഫസ്റ്റ് ഇരിക്കുന്ന ആളെയാണ് നമ്മൾ ഇപ്പൊ പ്രിന്റ് ചെയ്യിച്ചത്. പറഞ്ഞു മനസ്സിലായോ? അതാണ് വെനസ്ഡേ പ്രിന്റ് ആയത്. സോ ഇങ്ങനെയാണ് ബേസിക്കലി, അതായത് ഞാൻ ഇപ്പൊ മുമ്പേ പറഞ്ഞത് ഒരു ഫയലിൽ നിന്ന് എടുക്കുന്നതായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു കമാൻഡിൽ നിന്ന് എങ്ങനെ എടുക്കാവുന്നതാണ് ഇൻപുട്ടിനെ. ഓക്കെ, ഫയലിൽ നിന്ന് എടുക്കുന്നതും കമാൻഡിൽ നിന്ന് എടുക്കുന്നതും വ്യത്യസ്തമാണ്. ഓക്കെ, കമാൻഡിൽ നിന്ന് നമുക്ക് എടുക്കണമെങ്കിൽ ഈ പൈപ്പ് സിമ്പിൾ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇതും ഒരു കൈൻഡ് ഓഫ് റീഡയറക്ഷൻ തന്നെയാണ്. ഓക്കെ, ഇത് മാത്രമല്ല, എനിക്ക് ഇപ്പൊ ഞാൻ ഇത് റീഡയറക്ട് ചെയ്തു, ഇനിയും എനിക്ക് എന്തെങ്കിലും ഒരു കമാൻഡ് ഉണ്ടെങ്കിൽ ഇവിടെ എനിക്ക് അതും സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അതിനൊരു പർട്ടിക്കുലർ ആർഗ്യുമെന്റ്സ് കാണും. സോ അപ്പൊ ഇവിടെ ഇൻപുട്ട് ആയിട്ട് പോകുന്ന എന്തായിരിക്കും? ഈ പറയുന്ന ബെഡ് എന്ന് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ വെനസ്ഡേ എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ ഇൻപുട്ട് ആയിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ജാൻ എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ ഇൻപുട്ട് ആയിട്ട് പോകുന്നത് ഈ ഒരു കമാൻഡിന്റെ. പറഞ്ഞു മനസ്സിലായോ? ഇപ്പൊ അങ്ങനെ ഒരു കമാൻഡ് ഞാൻ നോക്കി വെച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒന്നും അടിക്കുന്നില്ല. ജസ്റ്റ് ഇത് ക്ലിയർ ചെയ്യുകയാണ്. ഈ ഒരു കമാൻഡ് വീണ്ടും ഞാൻ റൺ ചെയ്യുകയാണ്. അപ്പോൾ വെനസ്ഡേ എനിക്ക് പ്രിന്റ് ആവും. ഞാൻ ഇത് ക്ലിയർ ചെയ്യുകയാണ്. നമുക്ക് ഇനി വേറൊരു കൺസെപ്റ്റ് നോക്കാം. ഓക്കെ, സോ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ടി എന്ന് പറയുന്ന ഒരു കമാൻഡാണ്. സോ TEE ഇതാണ് അതിന്റെ സ്പെല്ലിംഗ് വരുന്നത്. ഓക്കെ, ഫൈൻ. ആ ഒരു കമാൻഡാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. സോ അതിന് മുന്നേ നമ്മൾ ലാസ്റ്റ് റൺ ചെയ്യിച്ച ആ ഒരു കമാൻഡ്, അതായത് ഡേറ്റ് സ്ലാഷ് ഡേറ്റ് ഇട്ടിട്ട് പൈപ്പ് സിമ്പിൾ കൊടുത്തിട്ട് കട്ട് ഡീലിമിറ്റർ അതുപോലെ ഫീൽഡും സ്പെസിഫൈ ചെയ്യുന്ന ഈ ഒരു കമാൻഡ് നമുക്ക് നോക്കാം. ഇതിലെ ഇപ്പം വരുന്ന ഔട്ട്പുട്ടിനെ എനിക്ക് വേണമെങ്കിൽ റീഡയറക്ട് ചെയ്ത് ഒരു ഫയലിലോട്ട് മാറ്റാം. ലൈക്ക് ഇപ്പം today.txt എന്ന് പറയുന്ന ഒരു ഫയലിലോട്ട് എനിക്ക് ഇന്നത്തെ ആ ഒരു ദിവസമാണ് വരുന്നത്, അതിനെ ഞാൻ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ ഞാൻ ക്യാറ്റ് ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചോ, today.txt എനിക്കത് കാണാൻ പറ്റും, വിസിബിളി കാണാൻ പറ്റും. ഞാൻ ഇത് ജസ്റ്റ് ക്ലിയർ ചെയ്യുകയാണ്. ഓക്കെ, ക്ലിയർ ചെയ്തു, ജസ്റ്റ് ഞാൻ ക്ലിയർ ചെയ്തു. അപ്പം എനിക്ക് അങ്ങനെയും അത് ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ എനിക്ക് -f വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അതിന്റെ ഷോർട്ട് ഫോം അതാണ്. നമ്മളിപ്പം ആക്ച്വലി ലോങ് ഫോം കൊടുത്തു എന്നേ ഉള്ളൂ. -dയും -f എനിക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഡീലിമിറ്ററിന് -dയും അതുപോലെ ഫീൽഡിന് f ആണ് ഷോർട്ട് ഫോം അവർ പറഞ്ഞിരുന്നത് കട്ടിന്റെ ആ ഒരു കമാൻഡിൽ. അപ്പം അങ്ങനെയും എനിക്ക് ഇത് വർക്ക് ചെയ്യും. ഇപ്പൊ ഞാൻ today.txt മാറ്റുന്നില്ല എങ്കിൽ വെനസ്ഡേ എന്ന് പറഞ്ഞ് പ്രിന്റ് ആവും. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് വീണ്ടും ക്ലിയർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫീൽഡ് കഴിഞ്ഞിട്ട് ഈക്വൽ ടു കൊടുക്കാം. ഓക്കെ, ഡീലിമിറ്റർ ഈക്വൽ ടു അല്ലെങ്കിൽ ഫീൽഡ് ഈക്വൽ ടു, ഇതും മാനുവൽ പേജസിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയാൽ അറിയാം, അതും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ today.txt അഗൈൻ കൊടുത്തത് കൊണ്ടാണ് അപ്പം വെനസ്ഡേ എന്ന് പ്രിന്റ് ആവും. ഞാൻ ആ മാനുവൽ പേജസ് ഒന്നുകൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും വിസിബിളി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈക്വൽ ടു ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഈക്വൽ ടു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കൊടുത്തിട്ടുള്ള മാനുവൽ പേജസിലാണെങ്കിൽ നിങ്ങൾക്ക് ഈക്വൽ ടു യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ജസ്റ്റ് സ്പേസ് ഇട്ടിട്ട് നിങ്ങൾക്ക് അത് സ്പെസിഫൈ ചെയ്ത് പറയാനും പറ്റും. ഓക്കെ, സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരുന്നു പറയാനുള്ളത്. പിന്നെ ഇനിയും നമ്മൾ നോക്കാൻ പോകുന്നത് ടി എന്ന് പറയുന്ന ഒരു കമാൻഡാണ്. സോ ഞാൻ അതിന്റെ മാനുവൽ പേജിൽ ഒന്ന് കയറുകയാണ്. ഓക്കെ, ടി എന്ന് പറയുന്ന കമാൻഡിന്റെ മാനുവൽ പേജിൽ ഒന്ന് കയറുകയാണ്. സോ ഇതിൽ പറയുന്നത് ഇതാണ്, റീഡ് ഫ്രം സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ആൻഡ് റൈറ്റ് ടു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ആൻഡ് ഫയൽസ്. സോ ഇതാണ് ബേസിക്കലി പറയുന്നത്. ഇത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിന്റെ യൂസ് കേസ് എന്താണ് എന്ന് പറയാം. ഇപ്പം ഇതാണ് നമ്മുടെ ഒരു കമാൻഡ് അല്ലെ. ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് എന്തോ ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് തരും. ആ ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനെ എടുത്തിട്ട് കട്ട് എന്ന് പറയുന്ന കമാൻഡിന്റെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് വെനസ്ഡേ. അപ്പോഴും നമുക്കറിയില്ല ഡേറ്റ് കമാൻഡ് എന്താണ് റിട്ടേൺ ചെയ്യുന്നതെന്ന്. അറിയാമോ? ഇല്ല. അത് അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? വഴിയുണ്ട്. അതിനുള്ള വഴിയാണ് ആക്ച്വലി ടി എന്ന് പറയുന്നത്. ഓക്കെ, ടി എന്ന് പറയുന്ന ആ ഒരു കമാൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന ഡേറ്റ് കമാൻഡിന്റെ ഔട്ട്പുട്ട്, അതായത് ഈ ആദ്യം കൊടുത്തിരിക്കുന്ന കമാൻഡിന്റെ ഔട്ട്പുട്ടിനെ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്നിനെ ഇതിന്റെ ഇൻപുട്ടായിട്ട് കൊടുക്കും.
കട്ടിന്റെ ഇൻപുട്ടായിട്ട് കൊടുക്കും, മറ്റൊന്നിനെ ഒരു ഫയലിലോട്ട് കൊണ്ട് സേവ് ചെയ്യും. അത് നമ്മൾ സ്പെസിഫിക്കലി പറഞ്ഞു കൊടുക്കണം ഏത് ഫയലാണെന്ന്. അപ്പം എഗെയിൻ ഞാൻ മാൻ പേജിൽ പോവുകയാണെന്ന് വെച്ചാൽ ടിയുടെ അതിൽ പറഞ്ഞിരിക്കുന്ന ഒന്നുകൂടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വീണ്ടും ക്ലിയർ ആവും. റീഡ് ഫ്രം സ്റ്റാൻഡേർഡ് ഇൻപുട്ട്, അതായത് ഡേറ്റ് കമാൻഡിന്റെ സ്റ്റാൻഡേർഡ് ഇൻപുട്ടിൽ നിന്ന് റീഡ് ചെയ്തിട്ട് റൈറ്റ് ടു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ആൻഡ് ഫയൽസ്, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിലോട്ടും റൈറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഫയൽസിലോട്ട് റൈറ്റ് ചെയ്യും. മൾട്ടിപ്പിൾ ഫയൽസിലോട്ട് റൈറ്റ് ചെയ്യുമായിരിക്കും, ഞാനത് നോക്കിയിട്ടില്ല. എന്താണേലും ഫയൽസിലോട്ടും റൈറ്റ് ചെയ്യും. സോ അങ്ങനെയാണ് ഈ ഒരു ടി എന്ന് പറയുന്ന കമാൻഡ് വർക്ക് ചെയ്യുന്നത്. സോ ഞാനിത് ജസ്റ്റ് ക്വിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ഇതിനെ മനസ്സിലായിട്ടില്ല എങ്കിൽ ഒന്നുകൂടി ഒരു പടം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. -l എന്ന് പറയുന്ന ഒരു കമാൻഡ് ജസ്റ്റ് എടുക്കുക, അതിനൊരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഉണ്ട് അല്ലെ. ആ ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനെ ടി ഫയൽ ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞ് ഞാൻ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഫയൽ ഡോട്ട് ടി എക്സ് ടിയിലോട്ടും ഈ ഒരു -ന്റെ ഔട്ട്പുട്ട് പോയി സ്റ്റോർ ആവും. അതുപോലെ തന്നെ ലെസ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡിന്റെ സ്റ്റാൻഡേർഡ് ഇൻപുട്ടിലോട്ടും ഇത് പോയി സ്റ്റോർ ആവും. ഇപ്പൊ -ലും ലെസ്സും എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ കുഴപ്പമില്ല, സീനില്ല, നമ്മൾ ഇനിയും വരുന്ന ക്ലാസ്സുകളിൽ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ബട്ട് സ്റ്റിൽ ഇങ്ങനെയാണ് ടി എന്ന് പറയുന്ന കമാൻഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് വിടാൻ പറ്റും. ഒരെണ്ണത്തിൽ നിന്ന് വരുന്ന സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനെ അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന ഇൻപുട്ടിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ സ്ഥലത്തോട്ട് അതിനെ ആക്ച്വലി വിടാൻ പറ്റും. സോ അതാണ് ബേസിക്കലി പറയുകയാണെങ്കിൽ ടി കമാൻഡ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. സോ നമുക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് വരുന്നതെന്ന്. സോ അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ പോവാം. എന്നിട്ട് ഇവിടെ ഞാൻ ഒരു പൈപ്പ് ഇട്ടിട്ട് TEE എന്ന് കൊടുത്തു. എന്നിട്ട് ഒരു നെയിം ഞാൻ കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഫുൾ ഡേറ്റ് ഡോട്ട് TXT എന്ന് പറയുന്ന ഒരു നെയിം കൊടുത്തു എന്ന് വിചാരിക്കുക. ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വെനസ്ഡേ എന്നും പ്രിന്റ് ആയി. ഫുൾ ഡേറ്റ് ഡോട്ട് TXT എന്ന് പറയുന്ന ഒരു ഫയൽ തുടങ്ങിയിട്ടുണ്ടാവും, അതിനകത്ത് ഡേറ്റും കാണും. ഞാനിപ്പോൾ അതുണ്ടോ എന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ ഇത് ഇങ്ങോട്ട് മാറ്റി, അതുപോലെ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് ഇവിടെ ഇതിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ട് അതിനെ ഞാൻ ഇപ്പുറത്തോട്ട് മാറ്റാം. ഓക്കെ, എനിവേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നേരത്തെ ടുഡേ ആണ്, ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയാണ്. ഫുൾ ഡേറ്റ് ഡോട്ട് TXT നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഡേറ്റും വന്നിട്ടുണ്ട്, അതുകൂടാതെ വെനസ്ഡേ എന്ന് പറഞ്ഞ് ഇവിടെ പ്രിന്റ് ആയിട്ടുമുണ്ട് അല്ലേ. അപ്പം ഇതാണ്, ഞാൻ ഒന്നുകൂടി ഇത് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. സോ ഇത് ഞാൻ ക്ലോസ് ചെയ്തു, ഡോണ്ട് സേവ്, ക്ലോസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ കമാൻഡ് ഞാൻ വീണ്ടും റൺ ചെയ്യിച്ചു. അപ്പോൾ ദേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡേറ്റ് ഡോട്ട് TXT വന്നു. അതിനെ ഞാൻ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഡേറ്റിന്റെ എന്താണോ ഔട്ട്പുട്ട് വരുന്നത്, ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡിന് എന്താണോ ഔട്ട്പുട്ട് വരുന്നത്, ആ ഫുൾ ഔട്ട്പുട്ട് ആക്ച്വലി ഫുൾ ഡേറ്റ് ഡോട്ട് TXT എന്ന് പറയുന്ന ഈ ഒരു ഫയലിൽ സേവ് ആയിട്ടുണ്ട്. സോ അതാണ് ടി കമാൻഡ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു ചലഞ്ച് പോലെ തരികയാണ്. ഞാൻ ജസ്റ്റ് ക്ലിയർ ചെയ്തു. ഈ ഒരു കമാൻഡ് ആയിരുന്നു ഞാൻ ലാസ്റ്റ് റൺ ചെയ്തത്. ഓക്കെ, ഇവിടെ ഇപ്പം വെനസ്ഡേ എനിക്ക് പ്രിന്റ് ആവുകയാണ്. ഓക്കെ, എനിക്ക് ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്, ഞാൻ ഈ ഫുൾ ഡേറ്റ് ഡോട്ട് TXT ഡിലീറ്റ് ചെയ്യുകയാണ്. എനിക്ക് ഇവിടെ രണ്ട് ഫയൽ തുടങ്ങണം. അതായത് ഫുൾ ഡേറ്റ് ഡോട്ട് TXT എന്ന് പറഞ്ഞൊരു ഫയലും തുടങ്ങണം, ടുഡേ ഡോട്ട് TXT എന്ന് പറഞ്ഞൊരു ഫയലും തുടങ്ങണം. അതിൽ ഫുൾ ഡേറ്റ് ഡോട്ട് TXTക്കകത്ത് ഡേറ്റ് ഫുൾ ആയിട്ട് ഡിസ്പ്ലേ ആയിരിക്കണം. അതുപോലെ ടുഡേ ഡോട്ട് TXTക്കകത്ത് വെനസ്ഡേ എന്ന് മാത്രമായിരിക്കണം പ്രിന്റ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ വെഡ് എന്ന് മാത്രമായിരിക്കണം പ്രിന്റ് ആയിരുന്നത്. അപ്പം അത് എങ്ങനെ ചെയ്യും? നിങ്ങൾക്ക് പോസ് ചെയ്യാം വീഡിയോ, എന്നിട്ട് നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു ബുക്ക് വല്ലതും എടുത്ത് എഴുതി നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ സിസ്റ്റം ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റത്തിൽ നിങ്ങൾ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു നോക്കാം. സോ ഞാനിപ്പം അതിന്റെ ഉത്തരം പറയാൻ പോവാണ്, നിങ്ങൾ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അതിന്റെ ഉത്തരം ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു ഇത് കൊടുത്തിട്ട് ടുഡേ ഡോട്ട് TXT എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സാധനത്തിനെ റീഡയറക്ട് ചെയ്ത് ആ ടുഡേ ഡോട്ട് TXTയിലോട്ട് മാറ്റും. സോ ഞാനിത് ഇപ്പം ജസ്റ്റ് സൂം ഔട്ട് ചെയ്യുകയാണ്. ടുഡേ ഡോട്ട് TXT എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഫയലിലോട്ട് ആക്ച്വലി ആ ഒരു കണ്ടന്റിനെ മാറ്റും. ഞാനിപ്പോൾ ഇവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഫയൽ തുടങ്ങി, ഫുൾ ഡേറ്റ് ഡോട്ട് TXT തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ടുഡേ ഡോട്ട് TXT തുടങ്ങിയിട്ടുണ്ട്. ടുഡേ ഡോട്ട് TXTക്കകത്ത് വെനസ്ഡേയും ഉണ്ട്, ഫുൾ ഡേ ഡോട്ട് TXTക്കകത്ത് ഈ ഒരു ഫുൾ കണ്ടന്റും ഉണ്ട്. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ടി കമാൻഡ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത് അത്യാവശ്യം മനസ്സിലായി. ഇത് കമ്പാരിറ്റീവ്ലി ഇതുവരെ നമ്മൾ പഠിച്ചതിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇച്ചിരി ടഫർ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഓക്കെ, ഇനിയും ഒരു ചെറിയ കൺസെപ്റ്റ് കൂടെ ഉണ്ട്. ഓക്കെ, എക്സ് ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്. ഇതിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതായിരിക്കും നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ് ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഓക്കെ, അതിനു മുന്നേ അത് വരാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, നമുക്ക് ഡേറ്റിൽ തന്നെ തുടങ്ങാം. ഓക്കെ, ഡേറ്റ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡിനെ പൈപ്പ് ചെയ്തിട്ട് അതിനകത്ത് എക്കോ എന്ന് പറയുന്ന ഒരു കമാൻഡ് കൊടുത്തു. നിങ്ങളുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിന് പോസിബിളി വരാനുള്ള ഔട്ട്പുട്ട്? ഡേറ്റ് പ്രിന്റ് ആവും അല്ലേ?
കാരണം ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് റിട്ടേൺ ചെയ്യുന്ന ഡേറ്റിനെ നമ്മൾ എക്കോ ചെയ്യുവാണ് അല്ലേ. പക്ഷേ ഞാൻ ഇവിടെ എൻ്റർ അടിക്കുമ്പോൾ ആക്ച്വലി ഒന്നും പ്രിന്റ് ആവില്ല. നമ്മൾ നോർമലി ആലോചിക്കുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ എക്കോ എന്ന് പറയുന്ന കമാൻഡ് സ്റ്റാൻഡേർഡ് ഇൻപുട്ടിൽ നിന്നല്ല ഇൻപുട്ട് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പം ഡേറ്റ് കമാൻഡിൽ നിന്ന് വരുന്ന സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അടുത്ത കമാൻഡിന്റെ സ്റ്റാൻഡേർഡ് ഇൻപുട്ടായിട്ടാണ് പൈപ്പ് സിമ്പൽ കയറ്റി വിടുന്നത്. പക്ഷെ എക്കോ എന്ന് പറയുന്ന കമാൻഡ് സ്റ്റാൻഡേർഡ് ഇൻപുട്ടിൽ നിന്നല്ല ഇൻപുട്ട് എടുക്കുന്നത്, അത് കമാൻഡ് ലൈനിൽ നിന്നാണ് ഇൻപുട്ട് എടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ എക്കോ HELLO ഹലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹലോ പ്രിന്റ് ആവും, അപ്പോഴും ഡേറ്റ് പ്രിന്റ് ആവുന്നില്ല. കാരണം എക്കോയുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എപ്പോഴും എക്കോ കഴിഞ്ഞിട്ട് വരുന്ന കമാൻഡ് ലൈനിൽ വരുന്ന ആ ഒരു ഇൻപുട്ട് ആയിരിക്കും. സോ എനിക്ക് ഒരു കമാൻഡിനെ ഇതുപോലെ ഒരുപാട് കമാൻഡുകളുണ്ട്, എക്കോ മാത്രമല്ല. ഓക്കെ, അത് നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് വേറൊരു കമാൻഡ് നോക്കാം. ബട്ട് സ്റ്റിൽ പറയുകയാണ്, വേറെയും കമാൻഡുകളുണ്ട്. അപ്പം ഇങ്ങനെ വരുന്ന കേസുകളിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം അല്ലെ. ഞാനപ്പം ഇതാണ് നമ്മുടെ കമാൻഡ്. ഇവിടെ എനിക്ക് എക്സാർക്സ് എന്ന് പറയുന്ന ഒരു സംഭവം യൂസ് ചെയ്യാം. എക്സാർക്സ് ഇങ്ങനെ ഒരു സംഭവം യൂസ് ചെയ്യാം. ഞാനിപ്പോ എക്സാർക്സ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് വരുന്ന സ്റ്റാൻഡേർഡ് ഇൻപുട്ടിനെ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് ആയിട്ട് മാറ്റും. ഓക്കെ, എക്കോയുടെ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യും. ഞാനിപ്പോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഔട്ട്പുട്ട് വരും. പറഞ്ഞു മനസ്സിലായോ? സോ സിംപ്ലി പറയുകയാണെങ്കിൽ ഇതാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇതിന്റെ അറ്റത്ത് ഞാനിവിടെ ഒരു ഹലോയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും ആദ്യം വർക്ക് ചെയ്യുന്നത്. സോ എക്കോ ഹലോ എന്ന് പറയുന്നതായിരിക്കും ആദ്യം വർക്ക് ചെയ്യുന്നത്, അതിനുശേഷം ഈ ആർഗ്യുമെന്റ്സ് കൂടെ വർക്ക് ചെയ്യും. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഈ ആർഗ്യുമെന്റ്സ് എവിടെ പോയി കിടക്കും? ഹലോ കഴിഞ്ഞിട്ട് പോയി കിടക്കും. അതായത് ഡേറ്റിൽ നിന്ന് വരുന്ന ആ ഒരു ഇൻപുട്ട് ഇവിടത്തെ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് ആയിട്ട് പോയി കിടക്കും. ഓക്കെ, ഇത് ഇച്ചിരി ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങനത്തെയാണ്. കമ്പാരിറ്റീവ്ലി ഇച്ചിരി ടഫ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളായിരുന്നു. ഞാൻ ഇത്രയും നേരം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്നതല്ല. സോ പൈപ്പ് സിമ്പലിനെ പറ്റി കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. എക്സാർക്സ് എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പം വേറെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഞാനിത് ക്ലിയർ ചെയ്യുകയാണ്. ഞാൻ ഈ ഫയൽ ബ്രൗസറൊക്കെ തുറക്കുകയാണ്. ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതിനെ ഇങ്ങോട്ട് നീക്കി ഇവിടെ ഞാൻ മുമ്പേ റൺ ചെയ്യിച്ച ആ ഒരു കമാൻഡ് റൺ ചെയ്യിക്കുകയാണ്. ഈ ഒരു കമാൻഡ് ആയിരുന്നു ഞാൻ റൺ ചെയ്യിച്ച്, ഇതിനെ ജസ്റ്റ് റൺ ചെയ്യിക്കുകയാണ്. ഇപ്പൊ എനിക്കിവിടെ ഫുൾ ഡേറ്റ് ടുഡേ .txt അങ്ങനെ പറഞ്ഞ് 2 ഫയലുകളുണ്ട്. ഞാൻ ഇതിനെ ജസ്റ്റ് ക്ലിയർ ചെയ്തു. ഓക്കെ, ക്ലിയർ ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ പോയിട്ട് ടെക്സ്റ്റ് എഡിറ്റർ തുറക്കുകയാണ് എന്ന് വിചാരിക്കുക. ടെക്സ്റ്റ് എഡിറ്റർ തുറന്നു. ടെക്സ്റ്റ് എഡിറ്ററിനെ തുറന്നിട്ട് ഞാൻ ഇവിടെ ഇതിനെ ഞാൻ ഫയൽസ് ടു ഡിലീറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ സേവ് ചെയ്യുകയാണ്. ഫയൽസ് ടു ഡിലീറ്റ് എന്ന് പറഞ്ഞ് സേവ് ചെയ്യുകയാണ്. ഓക്കെ, delete.txt എന്ന് പറഞ്ഞ് സേവ് ചെയ്യുകയാണ്. അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ 2 ഫയലുകളുടെ പേര്, അതായത് ഫുൾ ഡേറ്റ് .txt എന്ന് പറയുന്ന ഫയലും അതുപോലെ തന്നെ today.txt എന്ന് പറയുന്ന ആ ഒരു ഫയലും ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇത് ജസ്റ്റ് സേവ് ചെയ്തു. ഓക്കെ, കൺട്രോൾ S നീക്കി കഴിഞ്ഞാൽ സേവ് ആവും. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് ജസ്റ്റ് സേവ് കൊടുത്താൽ മതി. ഞാൻ ഓൾറെഡി സേവ് ചെയ്തുകൊണ്ടാണ് ബ്ലർ ആയിട്ട് കിടക്കുന്നത്. എനിവേ അങ്ങനെയാണ് സേവ് ചെയ്യുന്നത്. ജസ്റ്റ് ഞാനത് ക്ലോസ് ചെയ്തു. ഇനി നിങ്ങളെ ഞാനൊരു പുതിയ കമാൻഡ് പഠിപ്പിക്കാൻ പോവാണ്. റിമൂവ് എന്ന് പറയുന്ന ഒരു കമാൻഡ് പഠിപ്പിക്കാൻ പോവാണ്. ഓക്കെ, ഞാനിപ്പം അല്ലാതെ ഞാൻ ഇവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചു. ക്രിയേറ്റ് ഡോക്യുമെന്റ് empty ഫയൽ. ഫയലിന്റെ പേര് delete me.txt എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ delete me.txt എന്ന് പറഞ്ഞൊരു ഫയൽ ഇവിടെ ഉണ്ട്. ഞാനപ്പം എനിക്ക് ആ ഫയലിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ rm എന്ന് പറയുന്ന ഒരു കമാൻഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. rm എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ട് delete me.txt എന്ന് പറഞ്ഞ ആ ഒരു ഫയലിനെ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇവിടോട്ട് നോക്കിക്കഴിഞ്ഞാൽ, അതായത് റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എൻ്റർ അടിക്കുമ്പോൾ ആ ഒരു ഫയൽ ഡിലീറ്റ് ആയി. പറഞ്ഞു മനസ്സിലായോ? ആ ഒരു ഫയൽ അവിടെ നിന്ന് ഡിലീറ്റ് ആയി പോയി. സോ ഇങ്ങനെയാണ് ഈ rm എന്ന് പറയുന്ന കമാൻഡ് വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ ഈ ഒരു ഫയൽസ് ടു ഡിലീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫയലിനകത്ത് ഈ 2 ഫയലിന്റെ പേരാണ് കൊടുത്തേക്കുന്നത്. അപ്പം എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഫയൽസിനെ എല്ലാം എനിക്ക് ഈ ഒരു ഫയലിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ പൈപ്പ് സിമ്പിൾ യൂസ് ചെയ്തിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാണ് ഇതിനെയല്ല. സോ അതിന് ആദ്യം ഞാൻ ഇതിലെ കണ്ടന്റ്സിനെ നോക്കുകയാണ്. ഓക്കെ, ഫയൽസ് ടു ഡിലീറ്റിലെ കണ്ടന്റ്സിനെ നോക്കുകയാണ്. ഈ ഒരു കണ്ടന്റിനെയാണ് എനിക്ക് കയറ്റി വിടേണ്ടത്. ഞാൻ ഇതിനെ ക്യാറ്റ് ചെയ്തു. ക്യാറ്റ് വരുന്ന ഔട്ട്പുട്ടിനെ ഞാൻ എങ്ങോട്ട് വിട്ടു? റിമൂവിലോട്ട് വിട്ടു.
ഓക്കെ. എന്നിട്ട് ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു എറർ മെസ്സേജ് ആണ് വരുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മിസ്സിംഗ് ഓപ്പറന്റ്. ഓക്കെ, റിമൂവിന് എന്തെങ്കിലും ഒരു ഓപ്പറന്റ് വേണം വർക്ക് ചെയ്യാൻ. ഇത് എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ ആ കേസ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ എക്കോ കമാൻഡിന് ഞാൻ പറഞ്ഞു, എക്കോ കമാൻഡ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് എടുക്കത്തുള്ളൂ, അത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് എടുക്കത്തില്ല. കാരണം ഇവിടുന്ന് കയറിപ്പോയത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ആണ്. ഓക്കെ, കാറ്റ് ഫയലിൽ നിന്ന് കയറിപ്പോയത് എന്താണ്? സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ആണ്. ഇതിന്റെ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കയറ്റി വിട്ടത്. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡ് ഇൻപുട്ടിനെ ആർഗ്യുമെന്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എക്സ്ആർക്സ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഇപ്പോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡേറ്റും ടുഡേയും ഡിലീറ്റ് ആയി പോകും. കണ്ടോ? ഫുൾ ഡേറ്റും ടുഡേയും ഡിലീറ്റ് ആയി. പറഞ്ഞു മനസ്സിലായോ? സോ നിങ്ങൾക്ക് റിമൂവ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ കമാൻഡുകളുണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് എടുക്കാത്ത കുറെ കമാൻഡുകളുണ്ട്. ആ കമാൻഡുകളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ ഈ എക്സ്ആർക്സ് എന്ന് പറയുന്ന ഈ ഒരു പാരാമീറ്റർ നിങ്ങൾ യൂസ് ചെയ്യണം. ഓക്കെ, ഇത് ഒത്തിരി ഇതായിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ എററൊക്കെ അടിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. അപ്പം നിങ്ങൾ ചിലപ്പോൾ മറന്നു പോയാൽ തന്നെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാക്സ് എന്നുള്ളത് ഓർമ്മ വരും. ഓക്കെ, ജസ്റ്റ് അത് ഒരു ഇൻഫർമേഷൻ സേക്കിന് വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ടീയുടെ കാര്യം. ഓക്കെ, ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് വലിയ വലിയ പൈപ്പ് ലൈനുകൾ ഉണ്ടാക്കി പോവാം. ഇപ്പൊ ഇതിനപ്പുറത്തോട്ട് എനിക്ക് വേറെ പൈപ്പ് ലൈനുകൾ ഇങ്ങനെ ഉണ്ടാക്കി പോവാം. പറഞ്ഞു മനസ്സിലായോ? ഇപ്പൊ ഈ ഒരു കമാൻഡിന് സ്പെസിഫിക്കലി പറ്റത്തില്ല, ബട്ട് സ്റ്റിൽ എനിക്ക് അങ്ങനെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോവാം. അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ അത്രയായിരുന്നു നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഇരുന്നത്. സോ നിങ്ങൾ ആരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ